ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഡെയിലി റുട്ടീനും പിന്നെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങും ഈ ഒരു ഷോപ്പിംഗ് എക്സ്പെൻസസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സേക്കുഞ്ഞ് ഇപ്പോൾ 13 മാസമായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇപ്പോഴും ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുഞ്ഞു ഇങ്ങനെ എഴുന്നേറ്റ് വരാറുണ്ട്. സോ എൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും എഴുന്നേൽക്കാറ് കേട്ടോ. സോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് തിരക്കിലായിരിക്കും. ഈ കുഞ്ഞ് ഡ്യൂട്ടിക്ക് പോക്കും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരിക്കും. ആ ഒരു സമയം കഴിഞ്ഞ് ഇക്കു ഡ്യൂട്ടിക്കൊക്കെ പോയതിന് ശേഷമാണ് സേക്കുനിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യാറ് കേട്ടോ. അതുവരെ നമ്മുടെ കൂടെ ഇങ്ങനെ കളിച്ചിരിച്ചങ്ങ് നടന്നോളും, വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ ദാ ഇങ്ങനെ ആയിരിക്കും. എല്ലാം അലമ്പാക്കിയിടും. എത്ര നമ്മളിത് ഒതുക്കി പറക്കി വെച്ചാലും വീണ്ടും ഈ ഒരു കോലത്തിലേക്ക് എത്തിക്കും കേട്ടോ. എനിവേസ് കുഞ്ഞുങ്ങളുള്ള വീടൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. സേക്കുഞ്ഞിപ്പം ഞാൻ ചെറുതായിട്ട് ബ്രഷിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ബ്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇതോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ദോശയും ചമ്മന്തിയാണ് നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത്, അത് തന്നെയാണ് കൂടുതലും കുഞ്ഞിനിപ്പോൾ കൊടുക്കാറ്. അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി മാത്രമായിട്ടോ അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. എനിക്ക് കൂടുതലും ഇഷ്ടം കുഞ്ഞിന് ഹൈ ചെയറിൽ ഇങ്ങനെ ഇരുത്തി കൊടുക്കാനാണ്. പക്ഷേ സേഫുവിന് അത്ര താല്പര്യമില്ല. കുറച്ച് നേരമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൾക്ക് നടന്ന് കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം. പക്ഷേ ചിലപ്പോൾ ഒക്കെ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരുത്തി അങ്ങ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് കൂടുതൽ ഈസി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറകേ നടക്കേണ്ടി വരും. പണ്ടൊക്കെ സേഹു ഉറങ്ങുന്ന സമയത്തായിരുന്നു ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാറ്. ലൈക്ക് കിച്ചൺ ജോലികളായാലും ക്ലീനിങ് ആയാലും എല്ലാം. പക്ഷേ ഇപ്പം ഞാൻ സേഹുവിന് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ തന്നെയും കുറച്ച് ജോലികളൊക്കെ ഒതുക്കാറുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഇവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കുറച്ച് സമയം കിട്ടാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ കിച്ചണിലും ക്ലീനിങ്ങും ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിങ് എഴുന്നേറ്റ് വരും. പിന്നെ എനിക്കൊന്നിനും സമയം കിട്ടാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കായിട്ടും കുറച്ച് സമയം കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ സേവുവിനെ ഓയിലൊക്കെ തേപ്പിച്ച് ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവരലാണ് പതിവ്. ആക്ച്വലി സേവുവിന് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ഓയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓയിൽ യൂസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിപ്പിക്കുന്നത്. ആ ഒരു മസ്റ്റിലയുടെ ഓയിലാണ് കുറേ നാൾ കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ പാലൊക്കെ കൊടുത്ത് ഉറക്കലാണ് പതിവ്. ഇന്നിതാണ്ട് പാൽ ഇത്രയും ബാക്കിയും വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ദിവസം പാല് കുറച്ചൊക്കെ ബാലൻസ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ആൾ കുടിക്കും കേട്ടോ. ഇവിടുത്തെ ലൈഫിൽ മെയിനായിട്ട് വരുന്ന ഒരു എക്സ്പെൻസിൽ വരുന്ന ഒന്നാണ് ഈ ഒരു ഗ്രോസറി ഷോപ്പിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കേട്ടോ. റൂം റെൻറ്റും അതുപോലെ ഇലക്ട്രിസിറ്റിയും അങ്ങനത്തെ പല എക്സ്പെൻസസും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മെയിൻ ഒരു എക്സ്പെൻസ് വരുന്ന ഒന്നാണ് ഗ്രോസറി ഷോപ്പിംഗ്. നമ്മളതൊന്ന് കൺട്രോൾ ചെയ്ത് വെച്ചില്ല എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആവുന്ന ഒന്ന് തന്നെയാണ് ഗ്രോസറി ഷോപ്പിംഗ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. ഉമ്മയ്ക്ക് ഉമ്മയ്ക്ക് മങ്കീനെ എടുത്ത് തരുമോ? ഉമ്മയ്ക്ക് മങ്കീനെ എടുത്ത് തരാവോ? എന്റെ മങ്കി. ഫസ്റ്റ് ഷോപ്പിങ്ങിന് മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെ വാങ്ങണമെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അതിപ്പോൾ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഫോണിൽ ഒന്ന് നോട്ട്സിലൊന്ന് എഴുതി വെച്ചാൽ മതി. സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നോട്ട്സിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതും കൊണ്ടാണ് ഞാനിപ്പോൾ ഷോപ്പിങ്ങിന് പോവാറ് കേട്ടോ. സോ അതാകുമ്പോൾ നമുക്ക് ആ ഒരു ലിസ്റ്റ് അനുസരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും. അതിനോടൊപ്പം നമ്മൾ ഈ ഒരു ലിസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും നമ്മുടെ ആ ഒരു ഐറ്റംസ് വെച്ചേക്കുന്ന ഏരിയയും ഫ്രിഡ്ജും എല്ലാം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ എക്സ്ട്രാ നമ്മൾ പിന്നെയും വാങ്ങുന്നത്, അല്ലെങ്കിൽ മറന്നിട്ട് നമ്മൾ പല ഐറ്റംസും മറന്നു പോയല്ലോ ലിസ്റ്റിൽ ചിലപ്പോൾ ഒക്കെ. സോ അത് ഒഴിവാക്കാനായിട്ടും പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ പല ഷോപ്സിലും ഒരു ഐറ്റത്തിന് പല റേറ്റ് ആയിരിക്കും വരുന്നത്, സെയിം ഐറ്റത്തിന് തന്നെ കേട്ടോ. സോ അത് അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമുക്ക് വാങ്ങിയാലും കുറച്ചൊക്കെ നമുക്ക് ഈ ഒരു എമൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നല്ല ഓഫർ ഇടുന്ന ദിവസങ്ങളുണ്ട്. സോ അന്ന് നമ്മൾ പർച്ചേസ് അന്ന് ചെയ്താലും നമുക്ക് കുറച്ചൊക്കെ ഒരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റുമേ. നമ്മളിവിടെ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സഫാരി മാളിൽ നിന്നോ അല്ലെങ്കിൽ സഫീറിൽ നിന്നോ ആണ് കേട്ടോ. എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് സഫാരി മാളിൽ അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഇട്ട് ചില ദിവസങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മൾ മദാമിലോട്ട് വന്നിട്ട് ഒരുപാട് നാളൊന്നും ആവാത്തത് കൊണ്ട് തന്നെയും ഇവിടുത്തെ ഷോപ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമാണ് ഈ രണ്ട് ഷോപ്സും. എന്നാലും നമ്മൾ ബൾക്കായിട്ട് വാങ്ങേണ്ട ദിവസങ്ങളൊക്കെ അവിടെ പോയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്.
ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് സേക്കുന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും. അവളത് പെറുക്കിക്കൊണ്ടൊക്കെ നടക്കും. ആ ഒരു സമയത്താണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതോടെ ഈവനിങ് നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് ഒന്ന് നടക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യലാണ് ഇപ്പോൾ. ഞാനിപ്പോൾ ചെരുപ്പിട്ട് ഇങ്ങനെ നടത്താറുണ്ട് കുഞ്ഞിനെ. ആക്ച്വലി അവൾക്ക് അങ്ങനെ അറിയത്തില്ല. എന്നാലും ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് നടക്കും കേട്ടോ ആൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കി ഇങ്ങനെ പൂച്ചയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ കുറേ പൂച്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെയും കണ്ട് കുറേ പ്രാവുകളുണ്ട്. തൊട്ടപ്പുറത്ത് ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമൽസ് ഉണ്ട്, അതുപോലെ ആടുണ്ട്. സോ ഇതൊക്കെ പുറത്ത് അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇങ്ങനെ പുറത്തുള്ള സമയത്ത് നമ്മൾ ഇറങ്ങി അതിനെയൊക്കെ കണ്ടൊക്കെ നിൽക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇതിപ്പോൾ പൂച്ചയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ക്യാരി ഫോറിൽ കയറിയത്. പക്ഷേ അവിടുന്ന് ഞാൻ അങ്ങനെയൊന്നും പർച്ചേസ് ചെയ്തില്ല. കാരണം ഇവിടുത്തെ അടുത്ത് തന്നെയാണ് സഫാരി മാൾ കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ച് കുറച്ച് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. സോ ഇവിടുന്ന് വാങ്ങുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പൈസ കുറവായിട്ട് എനിക്ക് അവിടെയാണ് തോന്നിയത് കേട്ടോ, സഫാരിയിലാണ്. സോ അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ പോയിട്ടാണ് വാങ്ങിയത്. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വിശന്നുകൊണ്ട് പർച്ചേസിങ്ങിന് പോവാതിരിക്കുക കേട്ടോ. നമുക്ക് വിശപ്പുള്ളപ്പോൾ അല്ലെങ്കിൽ വിശന്നുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കണ്ണിൽ കാണുന്ന എല്ലാ ഐറ്റംസും അല്ലെങ്കിൽ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് വിശപ്പൊക്കെ മാറ്റി നല്ല കൂളായിട്ട് പോയിട്ട് വേണം പർച്ചേസിങ്ങിന് പോകാനായിട്ട് കേട്ടോ. കുറച്ച് സമയമെടുക്കുന്ന ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ സമയമെടുക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് തന്നെ കുറച്ച് വിശപ്പൊക്കെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ട് വേണം പർച്ചേസിങ്ങിനായിട്ട് പോകാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ വീക്കിലി അല്ലെങ്കിൽ 2 വീക്കിനായിട്ടൊക്കെ കുറച്ച് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് നമുക്ക് എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പാലോ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ നമ്മൾ തീർന്നത് പിന്നെയും പിന്നെയും വാങ്ങൂ. അല്ലാതെ നമ്മൾ കൂടുതലും ബൾക്കായിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യമാണ് മീൽ പ്ലാനിങ്. ആക്ച്വലി പ്ലാനിങ് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ എഴുതി വെക്കാറൊന്നുമില്ല. എന്നാലും ഒരു 1 വീക്ക് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന ഒരു ഒരു ചെറിയൊരു മനസ്സിലൊരു ധാരണ എനിക്കുണ്ടായിരിക്കും. മെയിൻലി സെക്കുനും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ വെജിറ്റബിൾസ് ഞാൻ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ പർച്ചേസിങ്ങിലും അത് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്ന ഒന്നാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും. പണ്ടൊന്നും വെജിറ്റബിൾസ് അങ്ങനെ കൂടുതലും നമ്മൾ പർച്ചേസ് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ സെക്കുനും കൂടി ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വെജിറ്റബിൾ എങ്കിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. സോ അതും നമ്മുടെ പർച്ചേസ് ലിസ്റ്റിൽ ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ആക്ച്വലി ഈ ഒരു പ്രാവശ്യത്തെ പർച്ചേസിങ്ങിൽ എനിക്ക് എമൗണ്ട് കുറച്ച് കുറവാണ് വന്നത്. ആക്ച്വലി നമുക്ക് എപ്പോഴും ഒരു 350 ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ 350ക്ക് ഉള്ളിലായിരിക്കും വരുന്നത്. ഇന്നൊരു 200 അടുപ്പിച്ച് അല്ലെങ്കിൽ 200 സംതിങ് ആണ് വന്നത് കേട്ടോ. സോ ഞാൻ ഇന്ന് കുറച്ച് പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു പർച്ചേസ് ചെയ്തത്. എനിവേയ്സ് ഞാൻ 2 വീക്സ് ആണ് ഉദ്ദേശിച്ചത്. അതുവരെ ഓടുമെന്ന് നമുക്ക് നോക്കാം. സോ പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മാസത്തെയും പർച്ചേസിങ് ട്രാക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് അറിയാനായിട്ട് പറ്റും ഏതാ കൂടി ഏതാ കുറവ്, എന്താ പറ്റിയ മിസ്റ്റേക്ക് എന്നൊക്കെ നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ എല്ലാ മാസത്തിലുള്ള പർച്ചേസും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങാതിരിക്കുന്ന ആൾക്കാരല്ല കേട്ടോ നമ്മൾ. നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. ചില മാസങ്ങളിൽ കുറച്ച് എക്സ്പെൻസ് കൂടാറുണ്ട്. ചില മാസം കുറച്ച് ആഗ്രഹങ്ങളൊക്കെ കൂടും. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. സോ അതൊക്കെ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അങ്ങനെ അങ്ങ് ചുരുക്കിയൊന്നും ജീവിച്ചാൽ പിന്നെ എന്താ ജീവിതം. സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.